നമ്മുടെ ചായക്കടികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആയല്ലേ മലബാർ സ്നാക്കായ ഈ ഇറച്ചിപ്പത്തിരി. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതാണ്. പിന്നെ കുറച്ച് ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടി കരിയാമ്പലും കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ നമ്മൾ നന്നായി ക്രഷ് ചെയ്ത് വെച്ച ഈ ഉള്ളിയും മസാലക്കൂട്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേറെ മസാലകളൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച ആ ചിക്കനും കൂടെ നമുക്ക് ഇതിലേക്ക് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡിയാകും. പിന്നെ ഉപ്പിടാൻ മറന്നു പോകരുത്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു മാവ്, അതായത് മൈദപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മാറ്റി കുഴച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് നമുക്കിത് നല്ലൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പൊതുവേ ഞാൻ പരത്തിയെടുക്കലെന്ന് വെച്ചാൽ വലിയൊരു ഷീറ്റായിട്ട് പരത്തിയെടുക്കാറാണ് കേട്ടോ. ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഒരു പരത്തിൽ തന്നെ നമുക്കൊരു 5 or 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ഈ ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിൻ്റെ മുഴുവൻ അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇതിൽ എല്ലാ റെസിപ്പീസും 3 റെസിപ്പീസ് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കയറി കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ്